ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. അതിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള സൂര്യകാന്ത് കഴിഞ്ഞ തവണ ഒരു കോടതിയിൽ വാദം കേൾക്കവേ അദ്ദേഹം ചില നിരുത്തരവാദപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഉദയം കൊടുക്കുകയും അത് യഥാർത്ഥത്തിൽ BJPയെ വിറളി പിടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. എന്താണ് സംഭവമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഏറ്റവും ആദ്യമേ തന്നെ ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞത്, സൂര്യകാന്ത് പറഞ്ഞത്, ഒരു പണിയുമില്ലാത്ത ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ടെന്നും അതിൽ ചിലർ മാധ്യമ പ്രവർത്തകരായും ചിലർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായും ചിലർ RTI ആക്ടിവിസ്റ്റുകളായും എന്ന് പറഞ്ഞാൽ വിവരാവകാശ പ്രവർത്തകരായും ഒക്കെ തന്നെ അവർ സമൂഹത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഇവർ കോക്രോച്ചുകളാണ് എന്നുള്ളതുമൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരേതാണ്ട് പാറ്റകളെ പോലെയാണ്, അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഇത് തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു ദളിതനാണ്, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് സ്വദേശിനിയാണ്. അവിടെ പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ജേർണലിസം പഠിച്ചു കഴിഞ്ഞതാണ്. അതിനുശേഷം അദ്ദേഹം നിരവധി ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷന് ബിരുദാനന്തര ബിരുദം ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് പറയുന്ന ഭയം കൂടി അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയും ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഒന്നാകെ തന്നെ വലിയ തരംഗമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത് ഒരു ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സർക്കാസ്റ്റിക്കായി ഒരു കളിയാക്കുന്ന രീതിയിലാണ് ഏറ്റവും ആദ്യമേ തന്നെ ആ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ടുള്ളത്. ആ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യം തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണിട്ടുള്ള ഒരു അബദ്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു വാക്കാണ് അവർക്ക് കിട്ടിയതുണ്ടെങ്കിൽ പോലും ഇത് ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധമായും കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ തന്നെ ജൻസികൾക്കടക്കം നിലനിൽക്കുന്ന വലിയ തോതിലുള്ള അസംതൃപ്തിയുടെ പ്രകടനമായിട്ടുമാണ് ഇത് കണക്കിലെടുക്കുന്നത്. ഇതിനുണ്ടായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് പറഞ്ഞാൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊണ്ട്, ഇപ്പം അതിനേക്കാൾ കൂടിയുണ്ടാവും, 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏതാണ്ട് 1,56,00,000 വരുന്ന ആളുകൾ അവരുടെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 1,56,00,000 ആളുകൾ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, BJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് കേവലം 87 ലക്ഷവും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് കൂടുതൽ. അതിന് 1,30,00,000 മാത്രമേ ആളുകളുടെ സപ്പോർട്ടുള്ളൂ, ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേവലം 5 ദിവസങ്ങൾ കൊണ്ട് അതിനെയൊക്കെ മറികടന്നുള്ള ഒരു ഫോളോവേഴ്സിലേക്കും വലിയ തോതിലുള്ള മീമുകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് ഈ പറയുന്ന പോസ്റ്റുകളിലൂടെയും എല്ലാം തന്നെ ഇന്ത്യയിൽ വൈറലായി ഈ പറയുന്ന ഒരു സംഘം കോക്രോച്ച് ജനതാ പാർട്ടി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയും സംഘപരിവാറും ഒക്കെ തന്നെ അവരുടെ ചില സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എക്സ് അക്കൗണ്ട് ഇപ്പോൾ വിഡ്രോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിനെ പിൻവലിപ്പിച്ചിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എക്സ് അക്കൗണ്ടിൽ പുതിയ അക്കൗണ്ട് കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലേക്ക് ജോയിൻ ചെയ്തവരിൽ മഹുവ മൊയ്ത്ത, ധ്രുവ് രാത്രി, പ്രശാന്ത് ഭൂഷൺ, അനുരാഗ് കശ്യപ് എന്ന് പറയുന്ന നിരവധി ആളുകൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ആളുകൾ, ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെയുള്ള നിരവധി ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും രസകരമാണ്. ഒന്ന്, നിങ്ങൾ തൊഴിലില്ലാത്തവനായിരിക്കണം എന്നുള്ളതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തേത്, നിങ്ങൾ മടിയന്മാരായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. മടിയന്മാർ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ശാരീരികമായ മടി മാത്രമേ പാടുള്ളൂ, പക്ഷേ നിങ്ങളുടെ ബുദ്ധി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 11 മണിക്കൂറുകളെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പല തമാശയെന്ന് തോന്നാവുന്ന നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഏറ്റവും ആദ്യം തന്നെ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത്. കൂടാതെ അവരുടെ മാനിഫെസ്റ്റോ കൂടി പുറത്തുവിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റിലുണ്ട്. അതിൽ പറഞ്ഞേക്കുന്നത്, അധികാരത്തിലെത്തിയാൽ ഒരു വിരമിച്ചിട്ടുള്ള ഒരു ജഡ്ജിക്കും ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, വിരമിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർക്കും ചീഫ് ജസ്റ്റിസുമാർക്കും പലർക്കും തന്നെ ഗവൺമെൻറ്റിൽ പല സ്ഥാനമാനങ്ങളും കിട്ടുന്നതിന് വേണ്ടി അവർ ഗവൺമെൻറ്റുകളോട് സമരസപ്പെടാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടാണ് അധികാരത്തിലെത്തിയാൽ വിരമിച്ചിട്ടുള്ള ഒരു ജഡ്ജിമാർക്കും ഞങ്ങൾ രാജ്യസഭാ സീറ്റ് നൽകില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്.
രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് ഉണ്ടാവുകയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് വലിയ തോതിൽ ഫോളോവേഴ്സ് കൂടുകയും ചെയ്തത് വോട്ട് ചോരി ആരോപണം വന്നപ്പോഴാണ്. അത് ജൻസി തലമുറയെ വലിയ തോതിൽ പിടിച്ചുകുലുക്കിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് ഒരു 25-30 കോടിയോളം വരുന്ന ആളുകളാണ് ഈ 18 വയസ്സിനും 35 വയസ്സിനും അടക്കമുള്ള ആളുകൾ എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അവരുടെ ഇടയ്ക്ക് തന്നെ വലിയ തോതിൽ ഇതൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റൊക്കെ തുടങ്ങി. പക്ഷെ അത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഒന്നും അത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് നിരവധി ആളുകൾ അതിന് വേണ്ടി മാത്രമായിട്ട് ആ വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. 25 ലക്ഷത്തോളം ആളുകൾ മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതിൽ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യഥാർത്ഥ വോട്ടറെ പോലും നീക്കം ചെയ്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ UAPA ചുമത്തി കേസെടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. UAPA ചുമത്തി കേസെടുക്കുമെന്നാണ്. രണ്ടാമത്തത്, സ്ത്രീകൾക്ക് 50% സംവരണം ഞങ്ങൾ ഏർപ്പെടുത്തും, ഒരു ലോക്സഭാ സീറ്റ് പോലും ഉയർത്തിയില്ലെങ്കിലും എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോക്സഭാ സീറ്റ് ഇപ്പോഴുള്ള 543 നിന്നും 850 ഉയർത്തണമെന്നും ഉയർത്തിയതിന് ശേഷം നമുക്ക് വനിതകൾക്ക് സംവരണം കൊടുക്കാമെന്നുമാണ് BJP പറഞ്ഞിരുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അടിയാണ് പറഞ്ഞേക്കുന്നത്. നാലാമത്തേത് പറഞ്ഞേക്കുന്നത്, ഇൻഡിപെൻഡൻറ്റ് മീഡിയ ആയിരിക്കണം രാജ്യത്തുണ്ടാവേണ്ടത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വാധീനമുള്ള വ്യവസായികളുടെ കീഴിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസുകൾ റദ്ദാക്കുമെന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ അനിൽ അംബാനിയെയും അതുപോലെ തന്നെ അംബാനിയുടെയും അദാനിയുടെയും കീഴിലുള്ള ചാനലുകളൊക്കെ തന്നെ ഞങ്ങൾ നിരോധിക്കുമെന്നാണ്. അംബാനിയുടെ കീഴിൽ ഏതാണ്ട് 24ഓളം ചാനലുകളും അദാനിയുടെ കീഴിൽ ഏതാണ്ട് 18ഓളം വരുന്ന ചാനലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ചാനലുകളുടെ എല്ലാം തന്നെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യുന്നതാണ്. കൂടാതെ അവർ പറയുന്നൊരു കാര്യം, പാർട്ടി മാറുന്ന MLA-മാർക്കും MP-മാർക്കും 20 വർഷം വരെ ഞങ്ങൾ വിലക്ക് ഏർപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള, എന്നാൽ വെറുതെ ഇരിക്കുമ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ലേസി ആയിട്ടുള്ള, മടിയന്മാരായിട്ടുള്ള, എന്നാൽ 11 മണിക്കൂർ ഓൺലൈനിലുണ്ടായിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറുള്ള യുവാക്കൾക്കും യുവാക്കൾക്കുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണി, യുവാക്കളുടെ രാഷ്ട്രീയ മുന്നണി എന്നുള്ളതാണ് അത് പറഞ്ഞേക്കുന്നത്. ഇത് അൽ ജസീറ മുതൽ നിങ്ങൾ അറിയേണ്ടത് വിവിധ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ BBC വരെയുള്ള എല്ലാവരും തന്നെ വലിയ തോതിൽ ഇത് റിപ്പോർട്ട് ചെയ്യുകയും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസമില്ല, നേരിട്ട് വിമർശനം നടത്തുകയും ട്രോളുകളിലൂടെ വിമർശനം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇത് മാറിയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തന്നെ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മറന്നു പോകരുത്, ഇന്ത്യയിൽ വിജയിച്ചിട്ടുള്ള പല സമരങ്ങളുമുണ്ട്. കർഷക സമരമുണ്ട്, ജല്ലിക്കെട്ടുണ്ട്, അതുപോലെ തന്നെ മീറ്റു ക്യാമ്പയിനുകളുണ്ട്, ഇതുപോലെ നിർഭയക്ക് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസ് ഫോർ നിർഭയുണ്ട്. ഇത്തരത്തിലുള്ള പല സോഷ്യൽ ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദത്തിൽ ഗവൺമെൻറ് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ലോകത്തെമ്പാടും തന്നെ, ഇന്ത്യയിലുമൊക്കെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പായി ഇത് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയും, ഇത് ആദ്യമായിട്ടല്ലാട്ടെ ഈ ലോകത്തുണ്ടാകുന്നത്. ഇപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മുടെ മറ്റേ ചാനലിൽ ഇടാം. അടുത്തൊരു ചാനലുണ്ടല്ലോ, BCC വിത്ത് രതീഷ് ചക്രപാണി, അതിനകത്ത് വേണമെങ്കിൽ ഇടാം. അതെന്ന് പറയുന്നത് ഹംഗേറിയൻ ടു ടൈൽഡ് പാർട്ടി, ഡോഗ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഹംഗറിയിൽ ഇതുപോലെ അധികാരത്തിൽ വന്നിരുന്നു. അധികാരത്തിലല്ല, അവർ പാർട്ടി രൂപീകരിക്കപ്പെട്ടിരുന്നു ജാനുവരി 2002. അപ്പോൾ അതുപോലെയുള്ള പല പ്രസ്താവനകളും ഇതുപോലൊരു തമാശയായി നമുക്ക് തോന്നുന്ന, എന്നാൽ ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധമായി മാറാവുന്ന പല കാര്യങ്ങളൊക്കെ ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പോളിഷ് ബിയർ പാർട്ടി അല്ലെങ്കിൽ ബിയർ ലവേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അത് ഏതാണ്ട് പാർലമെൻറ്റിലേക്ക് തന്നെ 16 സീറ്റുകളിലേക്ക് വരെ എത്തുകയും വലിയ വോട്ട് പെർസെൻറ്റേജ് നേടുകയും ചെയ്യുന്ന ലെവലിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. 1991 ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയൊക്കെ രൂപീകരിക്കപ്പെടുന്നത് അവിടെ. ഇതുപോലെ തന്നെ കാനഡയിൽ ഒരു ദിനോസർ പാർട്ടി, അത് പിന്നെയും കുറച്ചുകൂടി തമാശ കലർന്നൊരു പാർട്ടി മാത്രമായിരുന്നു. റിനോസസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായി. ഐസ്ലാൻഡിൽ ഇതുപോലെ ബസ് പാർട്ടി ഉണ്ടായി. ഇതുപോലെയുള്ള നിരവധി പാർട്ടികളൊക്കെ ഉണ്ടായി. ഈ പാർട്ടികളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു രാജ്യത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നേപ്പാളിൽ ഇങ്ങനെയല്ല സംഭവിച്ചത്. നേപ്പാളിൽ വലിയ ഇത്തരത്തിലുള്ളൊരു ജൻസി മൂവ്മെൻ്റ് ഉണ്ടാവുകയും ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന ഒരു റാപ്പർ അവിടെ അധികാരത്തിലേക്ക് എത്തുകയും ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റും സിസ്റ്റമിക് കറപ്ഷനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റും ജോലികളില്ലാത്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ ക്രാക്ക് ഡൗൺ ചെയ്യുന്നതിനെക്കുറിച്ചും ഡിജിറ്റൽ ഫ്രീഡം ഇല്ലാത്തതിനെക്കുറിച്ചുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അതിൽ മീഡിയകൾക്കും അതുപോലെ സോഷ്യൽ മീഡിയകൾക്കൊക്കെ തന്നെ ഒരു ബ്ലാങ്കറ്റ് ബാൻ കൊണ്ടുവരുന്നതിനുമൊക്കെതിരെയുള്ള വലിയ പ്രതിഷേധമായി അത് മാറുകയും അത് ഏറ്റവും ഒടുവിൽ ഒരു ഭരണകൂടത്തെ തന്നെ മറിച്ചിടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്നുള്ളത് ചുരുക്കം.
ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളുടെ മാത്രം ഭാഗത്തു നിന്ന് നാഷണൽ സിറ്റിസൺസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ജാതീയ നാഗരിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് ഒരു നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയായി മാറി. അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തൊരു സൊസൈറ്റിയായി നമ്മൾ മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ വലിയ തോതിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്ത്യയുമായി പോലും കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിലെ IIT-കളിലും അതുപോലെ തന്നെ NIT-കളിലും അതുപോലെ തന്നെ വലിയ കോളേജുകളിലും വലിയ സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിൽ, സയൻസിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് നമുക്കറിയാം പിലനി, മെസ്ര പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിനെ ആളുകൾ കളിയാക്കി വിളിക്കുന്ന പോലും ബിറ്റ്സ് പിലനി ബ്രാഹ്മിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വിളിക്കാൻ കാര്യം പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ കോളേജുകളിൽ, വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ SC ST-കാരായിട്ടുള്ള ആളുകളൊക്കെ പഠിക്കാൻ ചെന്നാൽ അവർക്ക് പഠനം മുഴുവിപ്പിക്കാൻ പറ്റാതിരിക്കുകയും ജാതീയമായിട്ടുള്ള വലിയ ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും എങ്ങനെയും ഇന്ത്യക്ക് പുറത്തു പോകണമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇതിനിടയിലൂടെയാണ് ചില ഇൻ്റർനാഷണൽ ഏജൻസികൾ നമ്മളോട് പറയുന്നത് 29% വരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെൻറ്റുകൾ സമ്മതിക്കുന്നില്ലെങ്കിലും അത്തരത്തിൽ ഇന്ത്യയിൽ നിന്നിട്ട് യാതൊരു ഹോപ്പുമില്ലാത്ത, അങ്ങേയറ്റം അരക്ഷിതമായിട്ടുള്ള, സ്വന്തം സ്വപ്നങ്ങളൊക്കെ ഫലപ്രദമാകുമെന്ന് യാതൊരുവിധ ഹോപ്പുമില്ലാത്ത വലിയൊരു ചെറുപ്പക്കാരുടെ നിര ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ പോലെ വലിയൊരു പ്രക്ഷോഭം അവിടെ ഉണ്ടായതെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ആ പ്രക്ഷോഭം ഉണ്ടായതിനു ശേഷം ഇവർ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടൊരു അലയൻസ് ചേർന്നിരുന്നു, ഈ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്നത്. ആ നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അത്തരത്തിലുള്ള അലയൻസ് ചേർന്നു. അലയൻസ് ചേർന്നതുകൊണ്ട് അവർക്ക് വലിയ പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. 30 സീറ്റുകളിൽ മത്സരിച്ചിട്ട് 299 സീറ്റുകളിൽ 30 സീറ്റുകൾ മത്സരിച്ചിട്ട് 6 സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 3.05% മാത്രമേ വോട്ടുകൾ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതൊക്കെ വാസ്തവമാണ്. പക്ഷെ എങ്കിൽ പോലും അവരാണ് അവിടുത്തെ ഷെയ്ഖ് ഹസീന ഓടിപ്പോവുകയും വലിയൊരു മേജർ ശക്തിയായി ജമാഅത്തെ ഇസ്ലാമിക്ക് തൊട്ട് താഴെ നിലനിൽക്കുകയും ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള യൂത്ത് ലെഡായിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ മാറ്റം ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് ടിയാനൻ സ്ക്വയറിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അന്ന് പോലും ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കപ്പെടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ ആരെങ്കിലും ഉണ്ടാവോ, ഇത് ഓർഗനൈസ്ഡ് ആയിരിക്കുമോ ഇല്ലെന്നൊന്നും പറയാൻ ഞാനാളല്ല. അത്തരത്തിലുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ, ഇവിടെ നിലനിൽക്കുന്ന ഒരു അസംതൃപ്തികളെ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ബംഗ്ലാദേശിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഡിസ്ക്രിമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ബംഗ്ലാദേശ് എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായിട്ട് അന്ന് ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് മറന്നു പോകരുത്. അതേപോലെ തന്നെയുള്ള ഒരാവശ്യമായി ഇത് മാറുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ നിരവധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഹുവ മൊയ്ത്രയെ പോലെ, അനുരാഗ് കശ്യപിനെ പോലെ നിരവധി ആളുകൾ, പ്രശാന്ത് ഭൂഷണെ പോലെ, അതുപോലെ തന്നെ ധ്രുവ് റാത്തിയെ പോലെയുള്ള നിരവധി ആളുകൾ അതിന് സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ നമ്പർ എന്നുള്ളത് മറന്നു പോകരുത്. ഇതിനെതിരായി BJPയും അതുപോലെ സംഘപരിവാറും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇവരിൽ 49% ഫോളോവേഴ്സ് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും അതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്നും കേവലം 9% മാത്രമേ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുള്ളൂ എന്നുമൊക്കെയുള്ള ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഫാക്ച്വൽ അല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. കാരണം ഇതുണ്ടാകണമെങ്കിൽ പുറത്ത് പേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏജൻസികൾ ക്രോസ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ സ്വന്തം ഫോളോവേഴ്സ് എവിടെ നിന്നാണെന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ എന്താണെങ്കിലും ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു തരംഗമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി മാറിയിരിക്കുന്നു. അതിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് BJP. യഥാർത്ഥത്തിൽ ഇവരുന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെയല്ല, പകരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയല്ല, പക്ഷേ ആ വാക്കിൽ നിന്ന് പിടിച്ചു കയറിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയൊരു പൊതുവികാരം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും വേണമെങ്കിൽ മോദിയെ അട്ടിമറിക്കാൻ കഴിയുന്ന ശക്തിയുള്ളതായി മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുക, പാർട്ടി ഉണ്ടാക്കുക, അതിനൊരു കൃത്യമായിട്ടുള്ള രൂപരേഖകൾ ചമക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ടി അവർ ഉണ്ടാക്കിയാൽ അത് BJPനെ സഹായിക്കും. കാരണം വീണ്ടും പ്രതിപക്ഷത്തുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനാണ് അത് സഹായിക്കുക.
ഇപ്പോഴും NDA സഖ്യത്തിന് 43% വോട്ടുകളേ ഉള്ളൂ. 57% വോട്ടുകൾ പ്രതിപക്ഷത്താണ്. പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് BJPയും അതുപോലെ NDAയും ഒക്കെ വിജയിക്കുന്നത്. അതുകൊണ്ട് ഇവർ കൂടി വന്നാലും അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ വരാതിരുന്നാൽ ഇത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ ഉത്തേജകമായി തീരും. കഴിഞ്ഞ തവണയും കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായത് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തുകൊണ്ട് മാത്രമല്ല, ജോഡോ യാത്രയൊക്കെ നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ധ്രുവ് രാത്തയും രവീഷ് കുമാറും അതുപോലെ തന്നെ ആകാശ് ബാനർജിയും ഒക്കെ കൂടി നടത്തിയ സോഷ്യൽ മീഡിയയിലെ ഫൈറ്റ് കൂടിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. അത്തരത്തിലുള്ള ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കാൻ ഇതിന് കഴിയുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറന്നു പോകരുത് ഒരു കാര്യം കൂടി, ഏറ്റവും ആദ്യം തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ NT രാമറാവു അധികാരത്തിലേക്ക് വന്നത് ഇതുപോലൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു, വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം ആം ആദ്മി പാർട്ടി 2 കൊല്ലങ്ങൾ കൊണ്ട് അധികാരത്തിലേക്ക് വന്നതറിയാം. ഏറ്റവും ഒടുവിൽ വിജയ് നമ്മളെ കാണിച്ചു തരുന്നത് ഏത് സമയത്തും എന്ത് ചെയ്യാം, അട്ടിമറിക്കപ്പെടാം എന്നുള്ളത് കൂടിയാണ്. വിജയുടെ പാർട്ടി തമിഴ്നാട്ടിലേക്ക് അധികാരത്തിലെത്തുന്നതും കേവലം 1.5-2 കൊല്ലം കൊണ്ട് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഒന്നും ഈ പറയുന്ന പോലെ അസാധ്യമായിട്ടുള്ളതല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു പയ്യൻ, 31 വയസ്സുള്ള ഒരു ദളിതനായിട്ടുള്ള പയ്യൻ, ഇപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷയും ആവേശവുമായി മാറിയിരിക്കുന്നു. കോർപ്പറേറ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയും അവരുന്നയിക്കുന്ന വാദങ്ങളും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ടോപ്പിക്ക് കഴിഞ്ഞു. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ കേൾക്കണം. നമ്മുടെ മറ്റൊരു ചാനൽ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ചാനലിലുള്ള വീഡിയോ കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ ഫുൾ ഫോം അല്ല, ഇതടിച്ചു കൊടുത്താൽ മതി നിങ്ങൾ കാണാനായിട്ട്. BCC വിത്ത് രതീഷ് ചക്രപാണി. ഫുൾ നെയിം എന്ന് പറയുന്നത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ്. ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്ന ഒരു പൊതുബോധമുണ്ട്. പലപ്പോഴും അതെല്ലാം തന്നെ അവരുടെ അജണ്ടകൾക്കനുസൃതമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡും അങ്ങനെ തന്നെയാണ്. കാരണം 2021 99 സീറ്റുകളുമായി അധികാരത്തിലേക്ക് വന്ന 2016 ഏതാണ്ട് 2% വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ അന്ന് കരുതൽ വിജയനും ക്യാപ്റ്റൻ വിജയനുമായിരുന്ന അദ്ദേഹത്തെ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇടിച്ചു തകർക്കുകയും അഴിമതി ആരോപണം പോലും കൃത്യമായി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാതിരിക്കുമ്പോൾ പോലും അഴിമതി വിജയനാണെന്നും ജനത്തോട് ദ്രോഹം ചെയ്യുന്നവരാണെന്നും ഒക്കെയുള്ള ഒരു പൊതുധാരണകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പോഡ്കാസ്റ്റ്. 1 മണിക്കൂറും 42 മിനിറ്റുള്ള പോഡ്കാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കൂടി പറയുന്ന പൊതുബോധങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണകൾ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പോഡ്കാസ്റ്റുകൾ നമുക്ക് കൂടുതലായി ചെയ്യണമെന്നുണ്ട്. അത് നമ്മളുടെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ്, ഒഴുക്കിനെതിരെ നീന്താനുള്ള പരിശ്രമമാണ്. പക്ഷേ ആ പരിശ്രമത്തിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം ഇതൊക്കെ വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 6 വരെയുണ്ട്. പല എമൗണ്ടുകളാണ്. നിങ്ങൾക്ക് സാധ്യമാകുന്ന എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മന്ത്ലിയുള്ള സബ്സ്ക്രിപ്ഷനാണ്. അത് എടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമോ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കിട്ടാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് സത്യസന്ധമായ വാർത്തകളും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമായിരിക്കും. കൂടാതെ ഇത് അല്ലാതെ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ തോതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകരോട് അറിയിക്കട്ടെ. ഇനി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നമ്മുടെ വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ മുഴുവനായും തന്നെ കാണുകയും അതിൻ്റെ താഴെ അഭിപ്രായം പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കാൻ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. പ്രത്യേകിച്ചും BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്നതിലെ പിണറായിയെ തകർത്ത സതീഷ് വിജയം എന്ന് പറയുന്ന ആദ്യത്തെ എപ്പിസോഡിൻ്റെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക.